ഞാൻ ഈ അൻസിബ എന്ന് പറയുന്ന സിനിമാ നടിയുടെ അഭിമുഖം കേൾക്കാനിടയായി. ആ അഭിമുഖം കേട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും വിശ്വസിക്കാനാവാത്തതും പിന്നെ വിശ്വസിക്കുന്നതുമൊക്കെയായ ഒരുപാട് സംഭവങ്ങൾ, കഥകൾ, ഗോസിപ്പുകൾ ഒക്കെ അടക്കമുള്ളവ ഒത്തിരി നമ്മൾ കേൾക്കാറുണ്ട്. ഒത്തിരി നമ്മൾ വായിച്ചിട്ടുണ്ട്. പണ്ടത്തെ നാനയിലും വെള്ളി നക്ഷത്രത്തിലുമൊക്കെ ഇതുപോലെയുള്ള ഗോസിപ്പുകളുടെ പരമ്പരയായിരുന്നു. ഇന്നത് ആ പ്രിൻറ്റിങ്ങൊക്കെ കുറഞ്ഞിട്ട് അതൊക്കെ സാമൂഹ്യ മാധ്യമത്തിലേക്കും ഡിജിറ്റൽ വേൾഡിലേക്കും മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ നമ്മൾ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഈ അൻസിബയുടെ ഒരു നിലപാട്, ആ കുട്ടി സ്വീകരിക്കുന്ന ഒരു കാർക്കശ്യം, അത് വല്ലാതെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ അഭിമുഖം കണ്ടപ്പോൾ അല്പം സമയമെടുത്തുവെങ്കിൽ പോലും സാധാരണ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരു ഷണ്ണത്വത്തോടെയും അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഒരു നിലപാട് പറയാതെ എപ്പോഴും ഈ പാൽക്കുപ്പിയും പഞ്ചാരയും തേനും മാത്രം വർത്തമാനം പറഞ്ഞ്, എന്നാൽ വളരെ കരുത്തോടെ അരങ്ങിന് പിന്നിൽ എല്ലാ തരത്തിലുള്ള കാലുഷ്യത്തോടെയും നിലപാടെടുക്കുമ്പോഴും ഒന്നിലും പ്രതികരിക്കാത്ത ഷണ്ണത്വം നിറഞ്ഞവരുടെ കാലത്ത് ചില സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ആ കുട്ടി ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി. അവരുടെ ഒരു നോർമൽ ഫ്രെയിമിലുള്ള കാര്യങ്ങളല്ല അത്. അവരുടെ സിനിമയുടെ ലോകത്തിന് അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങൾ. ആ കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഗതിയുണ്ട്. അമ്മയ്ക്ക് ഒരമ്പലം സ്പോൺസർ ചെയ്യാൻ കാശും കൊണ്ട് വന്നപ്പോൾ അമ്പലത്തിലെ ഭക്തരായ സാധാരണക്കാരായ മനുഷ്യരുടെ കാശ്, അവരുടെ വിശ്വാസത്തിൻ്റെ പൈസ സൂക്ഷിച്ച് നൽകുന്ന കാശ്, അത് സിനിമാ മേഖലയിൽ ഇങ്ങനെ വാരിക്കോരി കോടികൾ സ്വീകരിച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു ദൈവദോഷമാണ് എന്നെങ്കിലും പറയാൻ ഒരു മനസ്സ് വന്നു എന്നുള്ളത് അതൊരു ചിന്തയുടെ ഭാഗമല്ലേ? എത്രയോ മനുഷ്യരാണ് തങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിലെയും ദേവാലയങ്ങളിലെയും ക്ഷേത്രങ്ങളിലേക്കും അതുപോലുള്ള ചടങ്ങുകളിലേക്ക് പോലും പോകുന്നതിന് 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും വാങ്ങിക്കുന്നത്. എന്നാൽ എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പോറ്റുന്ന, എന്നെ പരിപാലിക്കുന്ന ഈശ്വരൻ്റെ സദസ്സിലേക്കാണ് ബാക്കി എല്ലാത്തിനും കാശ് വാങ്ങിക്കുന്നത്, ഞാനിതെല്ലാം ഒഴിവായേക്കാം എന്ന് വിശ്വസിക്കുന്നവർ വളരെ കുറവല്ലേ? അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സബീന അബ്ദുൽ ലത്തീഫ് ആയിരുന്ന ലക്ഷ്മിപ്രിയയുടെ സംഗതിയാണ്. ഇവർക്ക് ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുത്തു, അതിൻ്റെ ബില്ല് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിലെ ഏറ്റവും തറ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്നത് ആരെയാണെന്നറിയോ? ഒരാളുമായി സൗഹൃദത്തിലോ ചെങ്ങാത്തത്തിലോ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ പിന്നീടൊരവസരം കിട്ടുമ്പോൾ അത് പരസ്യമായി പറയുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. അത് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ നമ്മൾ അപ്പോഴേ അവിശ്വസിച്ചേക്കണം. കാരണം അവനെപ്പോലൊരു മോശക്കാരൻ ഈ ഭൂമിയിലില്ല എന്ന് വിധി എഴുതിയേക്കണം. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് അവൻ്റെ കൂടെ നിന്നപ്പോൾ അവൻ അങ്ങനെ ആയിരുന്നു, അവൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നവനെ നമ്മൾ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മനസ്സിലാക്കേണ്ടത്, ഈ മദ്യപിക്കുന്നത് ചെറുപാവമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സബീന അബ്ദുൽ ലത്തീഫ് ആയിരുന്ന ആൾ പിന്നെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഈ മദ്യം കുടിച്ചാൽ പുറത്തു തരണേന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളാണെന്ന് പണ്ട് സബീന അബ്ദുൽ ലത്തീഫ് ആയിരുന്നപ്പോഴെങ്കിലും അറിയാമായിരുന്നിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അത് അറിയേണ്ടത് ആവശ്യവുമാണ്. ഏതായാലും ആ അടിയോടുകൂടിയാണ്, ആ വർത്തമാനത്തോടു കൂടിയാണ് ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ കറുപ്പും വെളുപ്പും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടത്. അൻസിബ അവരെടുത്ത നിലപാട്, അവരിത് പറഞ്ഞിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി പോലും ഈ വർഗീയവാദിയാക്കുന്നതിനൊപ്പം നിന്നു. നമ്മുടെ സുധാമേനോൻ അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇന്നൊരു മുസ്ലിം പേരുകാരനെ എവിടെയും ബാറിൽ പലിശയ്ക്ക് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ വേറൊരു മഹാ അപരാധം ചെയ്യുന്നതിൽ, അതൊന്നും എടുത്തു പറഞ്ഞ കാര്യം ഇതൊക്കെ ഇസ്ലാം പൂർണ്ണമായും നിരോധിക്കുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. പക്ഷേ അവൻ്റെ പേരൊരു മുസ്ലിമാണോ, പിന്നെ വളരെ വേഗത്തിൽ അവനെ തീവ്രവാദിയോ ജിഹാദിയോ ആക്കി മാറ്റുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അൻസിബ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് സബീന അബ്ദുൽ ലത്തീഫ് ആയിരുന്ന ലക്ഷ്മിപ്രിയ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരികയും ആ നറേറ്റീവിന് അതിനുള്ളിൽ വ്യാപകമായ ചില കേന്ദ്രങ്ങളിലുള്ള പിന്തുണ കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ജനപ്രതിനിധി അതിനെ പിന്തുണച്ചുവെന്നും ആ ജനപ്രതിനിധിയുടെ മകൻ തളരരുത് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ ആ ജനപ്രതിനിധി ആരാണെന്നും തളരരുതെന്ന് മെസ്സേജ് അയച്ചത് ആരാണെന്നും ഉള്ളത് കൃത്യമാക്കാൻ കൂടിയാകണം അൻസിബ അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റ് കൂടി ഇട്ടത്. ഇതല്ല
എന്ന് അറിയിക്കാനാണ്. പിന്നെ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ആ കാര്യത്തിൽ ഇതുവരെ അവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ജയവും തോൽവിയുമല്ല. ഇപ്പോഴത്തെ സംവിധാനത്തിൽ ആര് ജയിക്കും, ആരും ജയിക്കാം, ആരും തോൽക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു നിലപാട് ഉറക്കെ പറയാൻ കാണിച്ച കരുത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു.